ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ OMC ട്രക്ക് ട്രാവൽസ്. ഇന്ന് നമ്മുടെ യാത്ര ബീച്ചിലേക്കാണ്, കണ്ണൂരിലെ ചാൽ ബീച്ചിലേക്ക്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഈ പാർക്കിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ നിന്നും കണ്ണൂർ എയർപോർട്ടിലേക്ക് 37 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും. കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ വളപട്ടണത്തു നിന്ന് റൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2005-ലാണ്. ചെറിയ രീതിയിൽ പാർക്കിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നപ്പോൾ പിന്നെ കാറ്റാടി മരങ്ങളൊക്കെ അപ്പോഴേക്കും വച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബീച്ചിന് ചാൽ ബീച്ച് എന്നും മീൻകുന്ന് ബീച്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. പാർക്കിൻ്റെ നവീകരണം 2015 ഡിസംബർ 18 കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് നടത്തുകയാണ് ഉണ്ടായത്. COVID-19 സാഹചര്യത്തിൽ ഈ പാർക്കിനകത്തേക്കുള്ള പ്രവേശനം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിട്ടാണുള്ളത്. ഈ പാർക്കിന് പുറത്ത് ഒരു ചാർട്ട് കണ്ടു. പാർക്കിന് അകത്തേക്ക് എൻട്രി ഫീ ആയിട്ട് കുട്ടികൾക്ക് 5 രൂപയും മുതിർന്നവർക്ക് 10 രൂപയും പിന്നെ വീഡിയോഗ്രാഫി എടുക്കുന്നവർക്ക് 150 രൂപയും സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപയുമാണ് ഇവിടുത്തെ നിരക്ക്. ഈ പാർക്കിൻ്റെ ചുമരുകളിലായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കുറച്ച് മാർബിൾ ഫലകങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ ഇരിക്കാനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കാറിന് 20 രൂപയും ബൈക്കുകൾക്ക് 5 രൂപയുമാണ് ഇവിടുത്തെ നിരക്ക്. നമുക്കിനി ഒന്ന് ബീച്ച് സൈഡിലേക്കൊന്ന് പോയി നോക്കാം. ബീച്ച് സൈഡിൽ നിന്നുള്ള പാർക്കിങ്ങിൻ്റെ വ്യൂ ആണിത്. പാർക്കിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. ഇവിടെ വരേണ്ട ഏറ്റവും നല്ല സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസമാണ്. ഈ സമയത്ത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണപ്പെടുന്നതും. ഇവിടെ വരുന്നവർ ഈവനിങ് ടൈമുകളിൽ വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതുപോലെയുള്ള കടലിൻ്റെ ഭംഗിയും കടൽക്കരയ്ക്ക് കളിക്കുന്ന സുഖവും ഒന്ന് വേറെ തന്നെയാണ്.
ഇതുപോലെ സൺസെറ്റിങ്ങിൻ്റെ ടൈമുള്ള ഈ കടലിൻ്റെ ഭംഗി എത്ര ആസ്വദിച്ചാലും മതിയാവാത്തൊരു കാഴ്ചയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സൈഡ് കാട് മൂടി കിടക്കുന്നത് പോലെയും മറ്റൊരു സൈഡ് കടലും എന്നുള്ളത്. ഇത് വച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ കാടാണ്. എന്നിരുന്നാലും ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ബീച്ച്. നിങ്ങൾ വരുമ്പോൾ ഈവനിങ് ഒരു 4 മണിക്കൊക്കെ വന്നിട്ട് ഈ കാറ്റാടി മരങ്ങളുടെ ഭംഗി ആസ്വദിച്ചിട്ട് അതിനുശേഷം ബീച്ചിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. ഈ സമയമാകുമ്പോഴേക്കും ഇവിടെ ഒരുപാട് ജനങ്ങൾ തടിച്ചു കൂടുവാൻ തുടങ്ങി. ഞങ്ങളിനി തിരിച്ച് പോകുവാനിറങ്ങി. ഈ പാർക്കിലുള്ള ഈ കാറ്റാടി മരങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.